കാര്യങ്ങളാണ്. ഒന്ന്, ഒരു തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ. ഒന്ന്, അടിസ്ഥാന വികസനമാണ്. ഈ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഷാഫി പറമ്പിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയോജക മണ്ഡലം. ഈ നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി ഷാഫി പറമ്പിൽ നടത്തിയ വികസനങ്ങൾ, അത് വലിയ രൂപത്തിലുള്ള വികസനങ്ങൾ അടയാളപ്പെടുത്താൻ സാധിച്ചു എന്ന ആത്മവിശ്വാസത്തിലാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ അതിന് തുടർച്ചയുണ്ടാകണം. ഒന്നാമത്തെ കാര്യം, അതിന് തുടർച്ചയ്ക്ക് വേണ്ടി രാഹുലിന് വോട്ട് ചെയ്യണം എന്നതാണ്. രണ്ടാമത് വിഷയം, ഭരിച്ചുകൊണ്ടിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ഗവൺമെൻറ്റുകളുണ്ട്. ഒന്ന് ഇന്ത്യ ഗവൺമെൻറ്റാണ്, മറ്റൊന്ന് കേരള ഗവൺമെൻറ്റാണ്. ഈ 2 ഗവൺമെൻറ്റുകളുടെയും ജനവിരുദ്ധ നയങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മണ്ഡലം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കാർഷിക പശ്ചാത്തലമുള്ള ഒരു നിയോജക മണ്ഡലം എന്ന രീതിയിൽ ഈ നിയോജക മണ്ഡലത്തിലെ കർഷക വിരുദ്ധ നിലപാടുകൾ, ഈ 2 സർക്കാരുകളുടെയും കർഷക വിരുദ്ധ നിലപാടുകൾ, ഇതുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരുകൾക്കെതിരെയുള്ള വിലയിരുത്തലായി ഈ തിരഞ്ഞെടുപ്പ് മാറും എന്നതാണ്. ഇതുപോലെ ഇതിനേക്കാളൊക്കെ പ്രധാനമായി, അല്ലെങ്കിൽ ഇതിനെപ്പോലെ പ്രധാനമായി, പാലക്കാടാണ് ഈ നിയോജക മണ്ഡലം. ഇവിടെ 2ാം സ്ഥാനത്തുള്ളത്, എതിരാളിയായി UDF-നുള്ളത് BJP ആണ്. BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയാത്ത വിധം ഈ വർഗീയ ചിന്തകളെ അവസാനിപ്പിക്കാൻ കഴിയുന്ന കേരളത്തിൻ്റെ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള തൃശ്ശൂർ ജില്ലയിൽ മലയാളിക്ക് പറ്റിയ തെറ്റ്, അത് മലയാളിക്കൊന്നാകെ വേണ്ടി കേരളത്തിലെ പാലക്കാട്ടെ വോട്ടർമാർക്ക് തിരുത്താൻ കഴിയുന്ന ഒരു അവസരം എന്ന രീതിയിൽ അവസരം കൊടുക്കാതിരിക്കാൻ, BJPക്ക് ഒരു ഘട്ടത്തിലും അവസരം കൊടുക്കാതിരിക്കാൻ, അവരുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുന്ന തിരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ഈ 3 പ്രധാനപ്പെട്ട കാരണങ്ങളാൽ രാഹുലിന് വോട്ട് ചെയ്യണമെന്നാണ് കഴിഞ്ഞ കുറേ നാളുകളായി. ഈ 2 ഗവൺമെന്റുകൾക്കെതിരെയുള്ള പക്ഷേ വർഗീയത എന്ന് പറയുമ്പോൾ ഈ അവസാന മണിക്കൂറുകളിൽ നിങ്ങൾക്കെതിരെ ഒരുപോലെ CPIM-ഉം BJP-യും ഉന്നയിക്കുന്ന ആരോപണം SDPI ബന്ധമാണ്. SDPI നിങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്ന് പറയുന്നതാണ്. PFI പ്രവർത്തകരാണ് UDF-ന്റെ ഓഫീസിന് പുറത്ത് എന്നാണ് CPM നേതാക്കൾ ആരോപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് ആ വോട്ട് വേണ്ട എന്ന് പറയണം, അങ്ങനെ പറയുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്കെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല, ലീഗിൽ കടന്നുകൂടിയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി പറയുന്ന അനുസരിച്ചാണ് ലീഗ് പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം കൂടി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ്. അവസാന മണിക്കൂറിലെ ആരോപണം അല്ലല്ലോ. ഈ നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇവിടെ BJP-യും CPM-ഉം 2 മുന്നണിയല്ല, CJP ആണ് മത്സരിക്കുന്നത്. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അപ്പോൾ അവരുടെ ആ CJP-യുടെ അജണ്ടയാണത്. അത് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കതൊരു വേവലാതിയില്ല. ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞു, ജനാധിപത്യ വോട്ടുകൾ ശേഖരിക്കാണ് രാഹുൽ മത്സരിക്കുന്നത്. SDPI എന്നല്ല, ഏത് വർഗീയവാദികളുടെ വോട്ടും ഞങ്ങൾക്ക് വേണ്ട എന്ന കാര്യം തർക്കമില്ല. പക്ഷേ ജനാധിപത്യം നിലനിൽക്കണമെന്ന ആവശ്യമുണ്ടെങ്കിൽ, ജനാധിപത്യം നിലനിൽക്കണമെന്ന താല്പര്യമുണ്ടെങ്കിൽ ഈ മണ്ഡലത്തിനകത്ത് BJP ജയിക്കാതിരിക്കാൻ കഴിയുന്ന ഏതെല്ലാം വോട്ടുകളുണ്ടോ ആ വോട്ടുകളൊക്കെ രാഹുലിന് ചെയ്യാം. CPM-ന് ചെയ്താൽ അത് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് രാഹുലിലേക്ക് കൊണ്ടുവരാം എന്ന് ഞങ്ങൾ പറയുന്നു. രാഹുൽ ജയിക്കണം. അത് BJP-യുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ വോട്ട് കിട്ടിയാണെങ്കിലും ഏത് തീവ്രവാദികളുടെ വോട്ടും ഞങ്ങൾക്ക് വേണ്ട. VD സതീശൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അത് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു സംശയം പേര് പറയാൻ ഒരു വിഷമമുണ്ടോ? RSS ആയാലും SDPI ആയാലും ഞങ്ങൾക്ക് ഒരു സംശയമില്ല. ആവർത്തി ചോദിക്കണ്ട. അങ്ങനത്തെ ഒരാളുകളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണം നിർബന്ധമില്ല. അത് പറയുമ്പോൾ തന്നെ ഞങ്ങൾ പറയുന്നത്, ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കുക എന്നത് അത് BJP-ക്കെതിരെയുള്ള രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാടിൽ ആരൊക്കെ വോട്ട് ചെയ്യണമെന്ന് അവനവന്റെ മനസാക്ഷിക്ക് വിടേണ്ടതാണ്. ഞങ്ങൾ പറയുന്നത്, അവരോട് എല്ലാവരും ആവർത്തിച്ച് പറയുന്നത്, ഇവിടെ BJP-യുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ കരിനീഴൽ വീഴാനുള്ള തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടർമാരും അവനവന്റെ മനസാക്ഷിയോട് ചോദിക്കുക, പിടിക്കുന്ന കൊടിയോടെല്ലാം മനസാക്ഷിയോട് ചോദിക്കുക, ഇവിടെ UDF ജയിക്കേണ്ട അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്.